നമുക്ക് നേരെ സ്വിഫ്റ്റിലേക്ക് പോകാം. ഇത് എൻ്റെ സ്വന്തം സ്വിഫ്റ്റാണ്. ഇപ്പോൾ 2024 മോഡലാണ്. അപ്പോൾ നമുക്ക് നേരെ സ്വിഫ്റ്റിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്ക് പോവാം. അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നമുക്ക് നേരെ ഫീച്ചേഴ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ പഴയ സ്വിഫ്റ്റുമായിട്ട് ഇത് എന്തൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാം. പഴയ സ്വിഫ്റ്റിന് കുറച്ച് നോയ്സ് കൂടുതലാണ്. അതായത് പുറത്തായാലും ഉള്ളിലായാലും കുറച്ച് കൂടുതലായി നോയ്സ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു സ്മൂത്ത് എന്ന് പറയാൻ പറ്റില്ല പഴയ സ്വിഫ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്വിഫ്റ്റ് കണ്ടു. അത് അത്ര സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ 1-2 വട്ടം എടുത്തിട്ടുണ്ട്. പക്ഷേ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പുതിയൊരു മോഡൽ ആയതുകൊണ്ട് അതിനനുസരിച്ച് ഡിഫറെൻ്റ് വരും, അതൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ സ്വിഫ്റ്റിനെക്കാട്ടി ബെറ്റർ ഈ സ്വിഫ്റ്റ് ആണെന്നാ തോന്നി. നമുക്ക് ഈ ഹാൻഡിൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹാൻഡിലാണിത്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പവർ സ്റ്റിയറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ വണ്ടിയിൽ എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടില്ലേ? വണ്ടിയിൽ പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയാൻ നമുക്ക് മാരുതിന്റെ തന്നെ ഒരു ആപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ വണ്ടിയെല്ലാം കൺട്രോൾ ചെയ്യാം. ഇൻഡിക്കേറ്റർ കൺട്രോൾ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അറിയാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആ ആപ്പിന്റെ ഒരു വീഡിയോ തന്നെ ഇതിൽ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സീറ്റ് കംഫർട്ട് വെച്ചാൽ അടിപൊളിയാന്ന് തന്നെ പറയാം. എനിക്ക് അത്രക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലോങ് ഞാൻ അധികം പോകുമ്പോൾ എനിക്കിത് നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റാണെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ഇതിന് മുന്നേ ഓടിച്ച ഇയോൺ ആയാലും സണ്ണി ആയാലും, സണ്ണിക്ക് പിന്നെ നമുക്ക് പുഷ് ബാക്ക് ഇല്ല, ബാക്കോട്ടേക്ക് നമുക്ക് ചാരി കിടക്കാനുള്ളൊരു ഇതില്ല. ഇയോണിനുണ്ട്, പക്ഷെ ഇയോണിന് അധികം കംഫേർട്ട് ഇല്ല. നമുക്ക് ഇതേപോലുള്ളൊരു കംഫേർട്ട് വരുന്നില്ല വണ്ടി. അതിനൊന്നും താരതമ്യം ചെയ്യാൻ പാടില്ല. എത്ര ആൾക്കാർ ഫിറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2-3 ആൾക്കാർക്ക് ഇപ്പൊ കംഫേർട്ട് ആയിട്ട് ബാക്കിലിരിക്കുക. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് നല്ല കൂളിംഗ് തന്നെയുണ്ട്. അത്യാവശ്യം നല്ല കൂളിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഫാനിന്റെ സ്വിച്ച്. പിന്നെ ഇത് കൂളിംഗ് ഹോട്ടും കൂളും ആക്കുന്ന സ്വിച്ചാണ്. താഴോട്ടും മുകളിലോട്ടേക്ക് വന്ന് ഇത് AC-ന്റെ. ഇതിൽ ഓഫ് ബട്ടൺ ഇവിടെയാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ സ്റ്റെയറിംഗ് കൺട്രോൾസ് എന്തൊക്കെയാ വരുന്നത് നോക്കാം. വോളിയത്തിന്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇത് ഫോൺ കൺട്രോളിൻ്റെതുണ്ട്. പിന്നെ ഇവിടെയാണ് സാധാരണ എല്ലാ വണ്ടിക്കുള്ള വഴി തന്നെയാണ് ഹോണും വരുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ സൈഡ് മിററിന്റെ എല്ലാം അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ വിൻഡോ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെതും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലെ മൈലേജും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ തന്നെ ടൈം ഇതൊക്കെ അതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഫോണുമായിട്ട് ആപ്പിൾ കാർപ്ലേയും പിന്നെ ആൻഡ്രോയിഡും എല്ലാം കണക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല യൂസ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെ ഉണ്ട്. ആ സൗണ്ട് ഞാൻ ഇതിൽ കേൾപ്പിച്ചു തരാം. മീറ്റർ ക്ലസ്റ്ററിലേക്ക് പോകുമ്പം ഇത് ചെറിയൊരു ഡിജിറ്റൽ സ്പേസും വരുന്നുണ്ട്, പിന്നെ നോർമലും വരുന്നുണ്ട്. നമുക്ക് ഇതിൽ AC-ന്റെ ഇതിൽ തന്നെ ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും ഒരു ഓപ്പണിംഗ് ക്ലോസ് ഉണ്ട്. അത് അവിടെ തന്നെ ഒരു വൈറ്റ് പോയിന്റ് ഉണ്ടാവും. ആ വൈറ്റ് പോയിന്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ AC മാത്രം ഓഫ് ആവും. അവിടത്തേക്കുള്ള കാറ്റ് മാത്രം ഒന്ന് ഇതായിട്ട് കുറഞ്ഞു കിട്ടും. അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ എല്ലാം നല്ല മാറ്റ് ഫിനിഷും ഇതിൽ നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്.
അത് തന്നെ ഒരു അട്രാക്റ്റീവ് ആണ്. ഇപ്പൊ ഇതേപോലെ തന്നെയാണ് ഫ്രോങ്സിലും ഇതേ ഡിസൈൻസ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ വണ്ടി ഇപ്പൊ എടുത്തിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓൺ ആൻഡ് ഓഫ് ആവും. അപ്പൊ നമുക്ക് ബ്രേക്കിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. ഓക്കെ, അങ്ങനെ നമുക്കിപ്പം വണ്ടി നല്ല ഒരു ഇപ്പൊ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. ഇതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കിലെല്ലാം പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതൊരു യൂസാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം ഇത് ലാഗ് എടുക്കുന്നുണ്ടോ ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അതെനിക്ക് അത്ര വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. ഓട്ടോമാറ്റിക്കിന്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഹിൽ അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഹോൾഡ് ചെയ്ത് നിൽക്കും ഹില്ലില് 10 to 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്. കാരണം ലേഡീസിനെല്ലാം അത് കുറച്ചും കൂടി ബെറ്റർ ആണ്. കാരണം അവർക്ക് ഡ്രൈവ് ചെയ്യുമ്പം പെട്ടെന്ന് ബ്രേക്ക് അങ്ങനെ ചെയ്ത് എടുക്കാനുള്ള ഒരു ഇത് കിട്ടലില്ല. അവർ പേടിച്ചുകൊണ്ടാണ് കയറുക. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പൊ നമ്മ കുറച്ച് ചെറിയൊരു കുന്നാണ്, വലിയൊരു കുന്നിന്റെ അടുത്തൊന്നും പോയിട്ട് നമ്മൾ നോക്കുന്നില്ല. കുറച്ച് അങ്ങോട്ട് കേറിയിട്ട് നമുക്ക് നോക്കാം. ബാക്കിൽ വണ്ടി വരാണ്ട് പാർക്കിംഗ് ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ കുറച്ച് ചെറിയൊരു ഇല്ലാന്ന് ഇതാ. അപ്പൊ ഞാൻ വണ്ടി ഫുള്ളായിട്ട് നിന്നു, ബ്രേക്കിന്ന് കാലെടുത്തിട്ടുണ്ട്. ഇത്ര സമയം നിൽക്കുന്നു നോക്കിക്കോ. വണ്ടി എന്നാലും ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അത് ചെറിയൊരു ഹില്ലായതുകൊണ്ടാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ബ്രേക്കിലും വെച്ചിട്ടില്ല, ആക്സിലും വെച്ചിട്ടില്ല. ചെറിയൊരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. വണ്ടി ഓട്ടോമാറ്റിക്കലായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഈ ഡ്രൈവർ സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു മിററില്ല. പിന്നെ ഇതില് നമുക്ക് പോക്കറ്റ് ഹോൾഡർ ആണ്. പിന്നെ ഇവിടെ വരുന്ന ഒരു മിറർ പാസഞ്ചർ സൈഡില്. ഇതിന്റെ ബേസ് മോഡലിൽ തന്നെ 6 എയർ ബാഗ്സ് വരും. അപ്പോൾ നല്ലൊരു സേഫ്റ്റി റേറ്റിംഗിൻ്റെ ഒരു വണ്ടിയായിട്ട് ഇത് ഇപ്പോൾ സ്വിഫ്റ്റ് മാറിയിട്ടുണ്ട്. ഒരു ബോഡി ക്വാളിറ്റിയിൽ അത്യാവശ്യം ഉണ്ടെന്ന് തന്നെ തോന്നിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഡോറ് ക്ലോസിങ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി എനിക്ക് തിരിയുന്നുണ്ട്. പഴയ സ്വിഫ്റ്റിന് അത്ര ഒരു ക്വാളിറ്റി ഉണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുന്നേ ഓൾഡ് മോഡൽ ഏറ്റവും ആദ്യത്തെ സ്വിഫ്റ്റ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സ്വിഫ്റ്റ് ഉണ്ട്. ആ സ്വിഫ്റ്റിന്റെ ബോഡി ക്വാളിറ്റി അടിപൊളിയാണ്. ഒരു സ്പീക്കർ വരുന്നുണ്ട്. നമ്മളിപ്പോ മൊബൈൽ കണക്ട് ചെയ്തിട്ട് കോളെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീക്കറിലെ കൂടി നമുക്ക് ഇതെല്ലാം സൗണ്ടെല്ലാം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ലൈറ്റ് കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ ബാക്ക് സൈഡിലില്ല ലൈറ്റ്, അതൊരു പോരായ്മയാണ്. പിന്നെ ഇതിനൊരു ഹെഡ് റെസ്റ്റും ഇല്ല, അത് ഈ സ്വിഫ്റ്റ് തരണ്ടേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ബോണറ്റ് ഓൺ ചെയ്യേണ്ടത് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് പെട്രോളിൻ്റെതും വരുന്നത്. പിന്നെ ഇത് ആ മറ്റേ നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ഓഫ് എന്നുള്ള ബട്ടൺ വരുന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിക്കി സ്പേസും ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതില് എലി കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വണ്ടി ഇപ്പം താഴേക്ക് നമ്മൾ നോക്കിയാൽ അറിയാം, നല്ലൊരു പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലേക്ക് എഞ്ചിൻ റൂമിലേക്ക് പെട്ടെന്ന് എലിയൊന്നും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെയായിട്ടൊന്നും കയറിയിട്ടില്ല. പഴയ വണ്ടിയിലെല്ലാം എലി കയറലുണ്ടായി. ഈ വണ്ടിയിൽ വരുമ്പോൾ നല്ലൊരു ഗ്രില്ലുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹെഡ്ലൈറ്റ് കണ്ടു. നമുക്കിപ്പം മോഡിഫൈ ചെയ്യാത്ത ലൈറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു പ്രൊജക്റ്റഡ് ലാമ്പ് കണക്കാണ് തന്നെ ഇത് ഇതായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെന്നെ കാണുമ്പോൾ ഒരു എടുത്ത് തോന്നുന്നുണ്ട് വണ്ടി. പിന്നെ ഇത് ഡ്രമ്മാണ് വരുന്നത്. നമ്മളെ വീല് ഡ്രം നോർമലാണ് ഞാൻ എടുത്തത്. 3rd വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നോർമൽ ഇത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് സ്പേസ് നോക്കാം. വണ്ടീൻ്റെ ഡിക്കി സ്പേസ് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഒരു 2-3 ബാഗെല്ലാം ഇത് കംഫർട്ടായിട്ട് കൊള്ളുന്നുണ്ട്. ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത സമയത്തെല്ലാം എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ലഗേജ് എല്ലാം ക്യാരി ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ അഡീഷണൽ ചെയ്തത് ഇത് സ്പോയിലറും പിന്നെ ഒരു ഇതുമാണ് റെയിൻ പ്രൊട്ടക്ടറും കൂടിയാണ്. അപ്പോൾ നമുക്ക് പാസഞ്ചർ സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ലെഗ് സ്പേസ് ഒക്കെ എങ്ങനെ വരും നോക്കാം. ഇവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടേ ഇല്ല, അപ്പോൾ അതുകൊണ്ടൊരു കംഫർട്ട് കുറവായിട്ട് ഉണ്ട്. പക്ഷെ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ നല്ലൊരു കംഫർട്ട് തന്നെ ഉണ്ട്. പിന്നെ ഞാനിത് ഹാൻഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് പവർ വിൻഡോന്റെ ബട്ടണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 സൈഡിലും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ വാട്ടർ ഹോൾഡർ 4 സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒറ്റ സീറ്റിന് മാത്രമേ ഒരു പോക്കറ്റ് ഹോൾഡർ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു സ്വിഫ്റ്റിന്റെ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൈമേൽ വെക്കുക, പോക്കറ്റിൽ ജസ്റ്റ് ഇടുക, എന്നിട്ട് ഇതാ ഓൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഇല്ല, കീ ഇല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവൂല. നമുക്ക് ഫോണൊന്നും ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒന്നും വന്നിട്ടില്ല. ആയിട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുക, 1 ടച്ച് ആണ്. ഇപ്പൊ മുകളിലോട്ടേക്ക് ക്ലോസിങ്ങും അതേപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു ഫീച്ചർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ മൈലേജ് പറയുന്നത് ഇപ്പില് 12.9 കാണിക്കുന്നത്. ഇതിന് ഏകദേശം 17-18 കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് 25ന്റെ അടുക്കാണ്. പക്ഷെ ഇതിൽ കാണിക്കുന്ന മൈലേജുമായിട്ട് അത് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതത്ര യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ 12 വോൾട്ട് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. ഇതിന് ഈ അഡാപ്റ്റർ കിട്ടൂല, ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചു വെക്കണം. ഞാൻ വാങ്ങിച്ചു വെച്ചത് സെപ്പറേറ്റ്. പിന്നെ ഇവിടെയാണ് USB കുത്തേണ്ടത്. നമുക്കിപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാണ്ട് നമുക്ക് USB കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആയിട്ട് എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം വരുന്നത്? എനിക്ക് നല്ലോണം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ആയാലും നല്ലൊരു സിറ്റിംഗ് കംഫർട്ട് ആയാലും എല്ലാത്തിലും എനിക്ക് ഇപ്പോൾ നല്ലൊരു സ്റ്റീരിയോ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നി. ഇതാണ് നമ്മളെ സുസുക്കി കണക്റ്റിന്റെ ആപ്പ് വരുന്നത്. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പം എങ്ങനെ ലോഗിൻ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. പിന്നെ ഇതിൽ നമ്മൾ വണ്ടീൻ്റെ ഏതാ നമ്പർ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ആ നമ്പർ കൊടുക്കുക. സുസുക്കി കണക്റ്റർ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. ഫ്യൂവലിൻ്റെത് കാണിക്കും, പിന്നെ ഓഡോമീറ്ററിൻ്റെത് കാണിക്കുന്നതാണ്. ഓഡോമീറ്റർ ഇതെത്ര കിലോമീറ്റർ ഓടി, റേഞ്ച്, പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എല്ലാം കാണിക്കും വാണിംഗ് ആയിട്ട്. ഇപ്പം നമ്മൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് റെഡ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ലോക്കാണ് വണ്ടി, അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാ റൂട്ട് മാപ്പ് കണ്ടോ, റൂട്ട് മാപ്പിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി എവിടെ ഇല്ല എന്നല്ലോ. പിന്നെ വണ്ടി ഏതെങ്കിലും തരത്തിൽ നമ്മളെടുക്കുന്ന ആരെങ്കിലും ആയിട്ട് എടുത്തിട്ട് പോയി, തീഫാറ്റാൻ എടുത്തിട്ട് പോയി. അപ്പോൾ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഇതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റക്കായി നിൽക്കും. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ഫീഡ്ബാക്കാണിത് നമ്മളെ വണ്ടീൻ്റെ. സർവീസിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം കാണിക്കും. പിന്നെ നമുക്കിതിപ്പോൾ അലേർട്ട് AC-ൻ്റെ ഇത് ഓണാണിപ്പം, അതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇൻഡിക്കേറ്ററെല്ലാം നമുക്ക് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റും. അന്ന് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. ഓക്കെ, ഇത്ര മതി. ഞാൻ പോകുന്നു. ബൈ ബൈ.